ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഡിസിപ്ലിനെ കുറിച്ചാണ് കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചടക്കം അല്ലേ. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കത്തിലാണ് വരുന്നത്. അത് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. വീടുകളിൽ നിന്നുണ്ടായ ഈ അച്ചടക്കം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴോ നമ്മളെന്താവുന്നു, നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം ഒരു കൺസിസ്റ്റൻസി നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനദണ്ഡം. അത് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തുടർച്ചയുണ്ടാവുക, അല്ലാതെ അത് 1-2 ദിവസങ്ങൾ കൊണ്ട് നിർത്തിവെക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾ പറയാറുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പം ഈവൻ നമ്മൾ സ്കൂളിലാവട്ടെ, ഓഫീസിലാവട്ടെ, അതല്ല നമ്മുടെ വീടുകളിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഒരു അച്ചടക്കം പാലിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സെൽഫ് ഡിസിപ്ലിനാണ്. മറ്റുള്ളവർ ഒരു ക്രൗഡിൻ്റെ കൂട്ടത്തിൽ, ഒരു കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ ഉപരി സെൽഫ് ഡിസിപ്ലിൻ നമുക്കുണ്ടാവുകയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരും ഒരു കൂട്ടത്തിൽ എല്ലാവരും ഓരോരുത്തരും അവരവർ സെൽഫ് ഡിസിപ്ലിൻ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിരിക്കും എല്ലാ കാര്യത്തിലും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം അത് മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് വിജയം എപ്പോഴും തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അച്ചടക്കമുള്ളവരും ആയിരിക്കും. അവർക്ക് ആ ഒരു ഇത് സ്വാഭാവികമായിട്ടും അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ അതിനുവേണ്ടി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കാര്യമാണ് 5 AM ക്ലബ്ബ്. ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, 9ലുള്ള കുട്ടികളുണ്ട്, കാരണം അവർ മുന്നേ ജോയിൻ ചെയ്തുകൊണ്ടാണ്. 8ാം ക്ലാസ് വരെയാണ് ഞങ്ങളതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഞങ്ങൾ ആ 5 AM ക്ലബ്ബിലേക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഈ കുട്ടികളുമായിട്ടുള്ളൊരു യാത്ര ഞങ്ങൾ 365 ദിവസമാണത്. ഒരു 1 year കംപ്ലീറ്റ് ആണ്. അതിലൊരു ബ്രേക്കൊന്നും വരില്ല, ഒരു ദിവസത്തെ ഗ്യാപ്പ് വരില്ല. കണ്ടിന്യൂസ് 3 ദിവസം ലീവായി കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ എന്താണ് റീസൺ നോക്കിയിട്ട്, വ്യക്തമായ റീസൺ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് ആ കുട്ടിയെ 5 AM ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ട, ഒരു മക്കളിൽ ചെറുതിലേ തന്നെ ആ ചിട്ട ശീലിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ ഇത് നടപ്പിലാക്കി വരുന്നത്. ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ഇതിൻ്റെ എഫേർട്ട് എടുത്ത് നമ്മളിത് ചെയ്യുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളെ മക്കൾ 2-3 മാസം കൊണ്ട് സ്വന്തം അവരെന്ത് ചെയ്യും, അവരവരുടേതായ രീതിയിലേക്ക് സ്വയം ഡെവലപ്പായി അവർ തന്നെ ആ ഒരു ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോമാറ്റിക്കലി അവർ റെഡിയായിട്ട് വരും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളിൽ അതിനുവേണ്ടി ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ കുട്ടികളിൽ ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതുണ്ടായിരിക്കണം, സ്കൂളിലാണെങ്കിലും ഉണ്ടാവണം. നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ തുടർച്ചയോടുകൂടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ കഴിയുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം അവരവരുടെ മക്കളിലെയും അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിച്ചെടുക്കുക. നമ്മുടെ മക്കളിൽ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അവർ കുഞ്ഞുങ്ങളാണ് അല്ലേ. ഖുർആൻ പറയുന്നത്, അല്ല ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ഓരോ കുഞ്ഞും ജനിച്ച് വീഴുന്നത് അതിൻ്റെ പ്രകൃതിയാൽ തന്നെയാണ്. അത് പ്രകൃതിയാൽ തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ നേച്ചറിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ യാതൊരുവിധ കളങ്കവുമില്ലാതെ ആണ് ആ കുട്ടി ജനിച്ച് വീഴുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളൊരു കുട്ടിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാലക്രമേണയാണ് നമ്മൾ ഈ അച്ചടക്കമില്ലായ്മ വരുമ്പോഴാണ് നമ്മൾ കുട്ടികൾ പല തെറ്റുകളിലേക്ക് പോകുന്നതും മോശമായ സ്വഭാവ രീതികൾ ഉണ്ടാവുന്നതും ഒക്കെ അത്തരത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെയുള്ള ഒരു രീതി
അനുവദിക്കാതെ നമ്മളെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ റെമഡീസും അത് നമുക്ക് തന്നെ, നമ്മൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത്തരത്തിൽ മക്കളിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വീടുകളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, ചെറിയ ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒരു ടൈം ടേബിൾ എടുത്ത് വെക്കാനാണെങ്കിൽ ആ ടൈം ടേബിൾ എടുത്ത് കൊടുക്കാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കുക. ആദ്യം ചിലപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ അവരിൽ വരും, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ കാലക്രമേണ അവരിലുണ്ടാവും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.